ഇന്ന് അങ്ങേയറ്റം ഭവ്യവും സുന്ദരവുമായ ഈ ചടങ്ങിൽ വച്ച് ഇത്രയേറെ പത്രപ്രവർത്തക സുഹൃത്തുക്കളെ ആദരിക്കാനും അനുമോദിക്കാനും തയ്യാറായ വിശ്വസംവാദ കേന്ദ്രം കോഴിക്കോട് എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും അർഹിക്കുന്നു. അത് ദേവർഷി നാരദമുനിയുടെ ജന്മദിനവുമായി ജയന്തിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചടങ്ങിൽ വെച്ചാണ് അത് നടത്തിയത്. നേരത്തെ പ്രിയങ്കരനായ സുധീഷ് ശ്രീ നാരദൻ എന്ന ആ ഒരു ഋഷിയെക്കുറിച്ച്, ദേവർഷിയെക്കുറിച്ച്, നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു നാരേറ്റീവിനെ കുറിച്ച് സംസാരിച്ചു. വളരെ വിചിത്രമാണ് നമ്മുടെ ഭാരതത്തിൽ നിലനിൽക്കുന്ന ഇത്തരം ആഖ്യാനങ്ങൾ. വ്യാസൻ നാരദനെ വിശദീകരിച്ചിട്ടുള്ളത്, വ്യാസനേക്കാൾ കൂടുതൽ ഇന്നത്തെ ചില പേനയുന്തുകാരാണല്ലോ കാര്യങ്ങൾ കൂടുതൽ കൃത്യമായി പറയുന്നത്. കണ്ട നീ അവിടെ നിൽക്ക്, കേട്ട ഞാൻ പറയാം എന്നാണ് പൊതുവായിട്ടുള്ള ഒരു സംവിധാനം. വ്യാസൻ പറഞ്ഞത് നാരം പരമാത്മവിഷയകം ജ്ഞാനം ദദാതീതി നാരദഃ എന്നാണ്. നരനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നാരത്തെക്കുറിച്ചുള്ള, എന്നുവെച്ചാൽ ഈ ലോകത്തെക്കുറിച്ചുള്ള, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള, സംസാരത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം ആര് ലോകത്തിന് നൽകുന്നുവോ അവനാണ് നാരദൻ. നാരദൻ എന്ന വാക്കിനെ തന്നെ വിശദീകരിച്ചുകൊണ്ട് വ്യാസഭഗവാൻ പറയുന്ന അതാണ്. മറ്റൊരു സന്ദർഭത്തിൽ നാരദനെ വിശദീകരിക്കുമ്പോൾ വ്യാസൻ ഒരല്പം പോലും പിശുക്ക് കാണിക്കാതെ പറയുന്നത്, ഒരു വാക്കിന് പല അർത്ഥങ്ങൾ ഉണ്ടാവും, പല അർത്ഥങ്ങൾക്ക് ഒരർത്ഥത്തിൽ തന്നെ പല വാക്കുകളും ഉപയോഗിക്കാം. ഇത് രണ്ടും ഒരുപോലെ ആർക്കറിവുണ്ടോ അവനാണ് നാരദൻ എന്നാണ്. പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണവും അതാണ്. പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്ന വാക്കുകൾക്ക് തെറ്റായ അർത്ഥങ്ങൾ വ്യാഖ്യാനിക്കുന്നതല്ല, അവർ മനസ്സിലാക്കിയ അർത്ഥം അതാണ്. കാരണം ആ വാക്കിന് അത്രയേറെ അർത്ഥങ്ങളുണ്ട്, അതിനെക്കുറിച്ച് വളരെ കൂടുതൽ ശ്രദ്ധയുണ്ടാവണം എന്ന് അർത്ഥം. വാക്കുകളുടെ ഉപയോഗങ്ങൾ, പത്രപ്രവർത്തകർ ഭാഷയുടെ കാവൽക്കാരുകൂടിയാവണം എന്നാണല്ലോ. പലപ്പോഴും നമ്മൾ കേൾക്കുന്നൊരു വാക്കാണ് ഹാർദവമായി. എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മലയാളത്തിൻ്റെ ഒരു നിഘണ്ടുവിൽ നിന്നും ഹാർദവം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം, ഹൃദ്യം എന്നത് കേട്ടിട്ടുണ്ട്, ഹൃദയപൂർവ്വം എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഹാർദവം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പോസ്റ്റ് തൂണ് എന്നൊക്കെ പറയുന്നത് പോലാണ്, ബ്ലഡിൽ മുഴുവൻ ചോരയാണ് എന്ന് പറയുന്നത് പോലൊക്കെയുള്ള ഒരു പ്രയോഗമായിട്ടാണ് തോന്നാറ്. ഇതൊക്കെ സംഭവിക്കുന്നത്, വാക്കുകൾക്ക് അർത്ഥം കെട്ടുപോകുന്നത് ഈ നാരദജ്ഞാനം നമുക്കില്ലാതായി പോകുമ്പോഴാണ്. നാരദനെ വ്യാസൻ അങ്ങനെയാണ് വിശദീകരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കഥാസന്ദർഭത്തിലും നാരദരുടെ മഹത്വം, എന്തുകൊണ്ടാണ് നാരദനെ വിശ്വസംവാദ കേന്ദ്രം ആദരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം പറയുകയാണ്. യുധിഷ്ഠിരൻ്റെ സദസ്സിലേക്ക്, സദസ്സിലേക്ക് നാരദൻ പ്രവേശിക്കുന്നുണ്ട് മഹാഭാരതത്തിൽ. അവിടെ ചെന്നതിന് ശേഷം നാരദൻ ചക്രവർത്തിയാണ്, ആ ചക്രവർത്തിയോട് ചോദിക്കുകയാണ്. ചോദ്യങ്ങൾ ഏതാണ്ട് 108ഓളം ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നിന്റെ രാജ്യം എങ്ങനെ പോകുന്നു എന്നതാണ്. അനേകം ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളിൽ ഒന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. നിന്റെ നാട്ടിൽ യൗവനയുക്തകളായ സുന്ദരിമാർക്ക് സർവാഭരണ വിഭൂഷിതകളായി അർദ്ധരാത്രി, അമാവാസിയിലെ അർദ്ധരാത്രിയിലും പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നുണ്ടോ? ചോദ്യങ്ങളിൽ ഒന്നാണ്. മറ്റൊരു ചോദ്യം, കൃഷിക്കാർക്ക് അവർക്ക് വിത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള വിത്ത് ശേഖരിച്ചു വയ്ക്കാറുണ്ടോ നിന്റെ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ എന്നാണ്. നമ്മുടെ ഭരണാധികാരികളോട് വല്ലതും ഇങ്ങനെ ചോദിക്കാൻ പറ്റുമോ? അവരുടനെ പറയും കേന്ദ്രമൊന്നും തന്നില്ല. കേന്ദ്രം തരാത്തത് കൊണ്ട്, തന്നത് എന്ത് ചെയ്തു, തന്നത് ഞങ്ങൾക്ക് ആവശ്യമുള്ളതുകൊണ്ട് വേറെ ചിലവാക്കി എന്നും പറയും. ഇങ്ങനെ ഉള്ള ഉത്തരങ്ങൾ നമുക്ക് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അത്തരം രാഷ്ട്രീയത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ നാരദന് ആ അധികാരം ഉണ്ടായിരുന്നു, ആ അവകാശം ഉണ്ടായിരുന്നു അത് ചോദിക്കാൻ. ഞാൻ എല്ലാ ചോദ്യങ്ങളും പറയുന്നില്ല. ഇതിലൊരു ചോദ്യം കൂടി മാത്രം പറയാം. നിന്റെ രാജ്യത്ത് 7-14 ലോകത്തും നടക്കുന്ന വാർത്തകളുടെ സത്യമറിയാനുള്ള വ്യവസ്ഥയുണ്ടോ?
ഇങ്ങനെ ഒരാളല്ലാതെ ആരാണ് ഒരു മാതൃകാ പത്രപ്രവർത്തകൻ? റൈറ്റ് ടു നോ ഒക്കെ എന്നാ നമ്മുടെ നാട്ടിൽ നിയമമായി വന്നത്? പക്ഷേ നാരദൻ ചോദിക്കുന്നു, 14 ലോകത്തിലെയും വാർത്തകളെ അറിയാൻ, അതിൻ്റെ സത്യത്തെ അറിയാൻ സാധാരണ ജനങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇതിനെല്ലാം യുധിഷ്ഠിരൻ, ധർമ്മപുത്രർ കൃത്യമായ ഉത്തരവ് നൽകുന്ന ആ ഒരു സന്ദർഭം ഞാൻ സന്ദർഭത്തെക്കുറിച്ചുള്ള വർണ്ണന ഈ സന്ദർഭത്തിൽ ഓർത്തു പോവുകയാണ്. ഇതുകൊണ്ടെല്ലാമാണ് നാരദനെ ദ മോഡൽ കമ്മ്യൂണിക്കേറ്റർ എന്നും അല്ലെങ്കിൽ ആദ്യത്തെ സ്ക്രൈബ്, ജേർണലിസ്റ്റ് എന്നും പറയാനുള്ള കാരണം. ആ അർത്ഥത്തിലാണ് ഈ ദിവസം ഇത് കൂടുതൽ വിശദീകരിക്കേണ്ടി വരുന്നത് കേരളത്തിലാണ് കേട്ടോ. കേരളത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ ജ്ഞാനമുള്ള പ്രദേശം. സുദീപ് തോച്ച്സൻ ഓൾസോ ഹാസ് സെഡ് ദാറ്റ് ദിസ് ഈസ് ദ മോസ്റ്റ് ലിറ്ററേറ്റ് state. Yes, of course, if it is to write their name, no, not even name, Iksha Irra Sri എന്ന് വരയ്ക്കാൻ അറിഞ്ഞാൽ, if he knows to get how to sign, yes, of course, he is literate. Okay, I am not ridiculing Kerala. The same allegation is against me also, Sudipto ji, that I am ridiculing Kerala sitting there in Delhi. ऐसा मेरे बारे में भी बताते हैं, इसलिए ഐ ഡോണ്ട് വാണ്ട് ടു സേ മച്ച് അബൌട്ട് ദാറ്റ്. എനിവേ, നമ്മുടെ ഈ സാക്ഷര കേരളത്തിലാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരുമ്പോൾ പലപ്പോഴും വിശദീകരണം വേണ്ടി വരുന്നത്. ഞങ്ങൾ നാരദരെ എടുത്തത് ഇതിനുകൊണ്ടാണേ എന്ന് ജനങ്ങളോട് പറയേണ്ട ഒരു ഗതികേട്. കാരണം സദാ കലഹം ഉണ്ടാക്കുന്ന ഒരാളായിട്ട് വർണ്ണിച്ച് ഒരു കോമിക് കഥാപാത്രമാക്കിയതുകൊണ്ട് നമുക്ക് ഇത് ചെയ്യേണ്ടി വരികയാണ്. അത് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ. ഏതായാലും അങ്ങനെയുള്ള ഒരു പുണ്യദിനത്തിൽ തന്നെ നമ്മൾ ഈ ഒരു ചർച്ചയ്ക്കും പ്രസംഗങ്ങൾക്കും വേണ്ടിയിട്ടും ആദരണങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ അവസരത്തെ ഉപയോഗിച്ചു. ഇതേതായാലും വളരെയേറെ സ്തുത്യർഹമായ ഒരു കാര്യമാണ്. ഈ ദിനത്തിൽ ബഹുമാന്യനായ കേരളം ഒരു പത്രപ്രവർത്തകനെ ആദരിക്കണമെന്നുണ്ടെങ്കിൽ ഒരാളെ മാത്രമേ ആദരിക്കാൻ കഴിയുള്ളെങ്കിൽ തീർച്ചയായിട്ടും ആദരിക്കേണ്ട ഒരു വ്യക്തിത്വത്തെക്കുറിച്ചാണ് നേരത്തെ ഇവിടെ രാജൻ സാറൊക്കെ പറഞ്ഞത്. PVK നെടുങ്ങാടി സാറ്. അദ്ദേഹം ഒരു പത്രപ്രവർത്തകൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു, ഒരു വടിവത്ത ഉദാഹരണമായിരുന്നു, ഒരക്ഷര പിഴവുമില്ലാത്ത ഒരു ഉദാഹരണമായിരുന്നു. മഹാത്മാഗാന്ധിജി ഇന്ത്യൻ ഒപ്പീനിയൻ്റെ ആദ്യ ലക്കത്തിൽ അതിൻ്റെ മുൻപുറത്തിലെ എഡിറ്റോറിയലിൽ എഴുതി, ജേർണലിസം ഈസ് സർവീസ് ഫോർ മീ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എഡിറ്റോറിയൽ തുടങ്ങുന്നത്. എനിക്ക് പത്രപ്രവർത്തനം സേവനമാണ്, സേവനമാണ്, സേവനമാണ്. അതിനാണ് ഞാനിത് നടത്തുന്നത് എന്നാണ് കാഴ്ച വേണ്ടുവണ്ണം പുറംകാഴ്ച, ഉൾക്കാഴ്ച ആവശ്യം പോലെ ഉണ്ടായിരുന്നു. ആ പുറംകാഴ്ച വേണ്ടുവണ്ണം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിത്രം നോക്കിയാൽ തന്നെ അറിയാം, സോഡാക്കുപ്പി പോലത്തെ ഒരു കണ്ണടയാണ്, സോഡാക്കുപ്പിയുടെ ഗ്ലാസ് പോലത്തെ ഒരു കണ്ണടയാണ് അദ്ദേഹത്തിന് വെച്ചിരിക്കുന്നത്. ആ കണ്ണട പോലും വയ്ക്കാൻ അനുവദിക്കാതെ നേരുവണ്ണം കാണാൻ കഴിയാത്ത വിധത്തിൽ രാത്രിയിൽ വലിച്ചിഴച്ചുകൊണ്ട് പോകുമ്പോഴും സത്യത്തിന് വേണ്ടി അദ്ദേഹം നിലകൊണ്ടു. അതാണ് അദ്ദേഹത്തെ ഇന്നും നമ്മളെല്ലാവരും, യഥാർത്ഥ പത്ര മേഖലയുമായി ബന്ധമുള്ള ആളുകൾ ഓർക്കുന്നതിൻ്റെ കാരണം അതാണ്. ഇതേ വേദിയിൽ തന്നെ പറഞ്ഞ ഒരു വസ്തുതയാണ്, ഇന്ന് എങ്ങനെ മാറിയിരിക്കുന്നു നമ്മുടെ മുഖ്യധാരാ പത്രപ്രവർത്തനം എന്ന് കാണിക്കുന്നതിന് വേണ്ടി മാത്രം ആ ഉദാഹരണം ആവർത്തിക്കുകയാണ്. മറ്റൊരു ഉദാഹരണം ആവർത്തിക്കുകയാണ്. 7-8 വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ സംഘവുമായുള്ള സംഘബന്ധത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ അവിടെ ഈ പത്രപ്രവർത്തന രംഗവുമായി ഉള്ള റിലേഷൻസിൻ്റെ ബന്ധങ്ങളുടെ ചുമതലയായിരുന്നു എനിക്ക്, സഹപ്രചാർ പ്രമുഖ് എന്ന് പറയും. അതുമായി ബന്ധപ്പെട്ടൊരു പരിപാടിയിൽ യുവപത്രപ്രവർത്തകരുടെ ശില്പശാല മറ്റൊരു സംഘടന നടത്തുന്നതാണ്. അവിടെ ഒരു മുൻ പത്രാധിപരെന്നുള്ള ഒരു ലേവലുള്ളത് കൊണ്ട് എന്നെ കൂടി വിളിച്ചിരുന്നു ഒരു ക്ലാസ് എടുക്കാൻ എന്ന മട്ടിൽ. അപ്പോൾ ഞാനവിടെ പോയി പുറകിൽ അടുത്ത പീരീഡാണ് എനിക്ക് ഉദ്ഘാടന സദസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. ഉദ്ഘാടനത്തിനെത്തിയത് പേരൊന്നും പറയുന്നില്ല,
ഭാരതത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മുഖ്യധാരാ മാധ്യമത്തിൻ്റെ ഉടമസ്ഥനായ എഡിറ്ററാണ്. എഡിറ്ററും ഉടമസ്ഥനും അഡ്വർടൈസിംഗ് മാനേജരും ഒക്കെ ഒരാളാകുന്ന കാലത്താണല്ലോ നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഉദ്ഘാടനം നടത്തുന്നത്. അദ്ദേഹം തുടങ്ങിയത് തന്നെ ആ വാചകം കേട്ട് ഞാൻ മനസ്സിലാക്കി വെച്ച പത്രപ്രവർത്തനം ബാബാസാഹബ് അംബേദ്കറും അവരൊക്കെയാണ് ഞാൻ കണ്ട പത്രപ്രവർത്തകരിൽ അല്ലെങ്കിൽ വായിച്ചിട്ടുള്ള പത്രപ്രവർത്തകരിൽ പ്രമുഖരായ പ്രബുദ്ധ ഭാരതൊക്കെ എഡിറ്റ് ചെയ്ത അംബേദ്കറെയൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇന്ത്യൻ ഒപ്പീനിയൻ്റെയും ഹരിജൻ്റെയും ഒക്കെ പത്രാധിപരായിരുന്ന ഗാന്ധിജിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കേസരിയുടെ പത്രാധിപരായിരുന്ന ലോകമാന്യ തിലകനെയൊക്കെയാണ് ഓർമ്മ വരുന്നത്. ആ സ്ഥാനത്താണ് ഡൽഹിയിൽ, നമ്മുടെ തലസ്ഥാന നഗരിയിൽ, ഒരു പ്രധാനപ്പെട്ട ശീതീകരിച്ച ഹാളിൽ ഒരു പത്രാധിപ മുതലാളി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത്, മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, യങ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അവർ ഏരിയ ഈസ് നോ മോർ എ സർവീസ്. ഇങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ഇന്ത്യൻ ഒപ്പീനിയൻ്റെ ആദ്യ ലേഖത്തിൽ ലേഖനം എഴുതുമ്പോൾ, മുഖക്കുറിപ്പ് എഴുതുമ്പോൾ ഗാന്ധിജി പറഞ്ഞു, ഞാൻ മനസ്സിലാക്കുന്ന പത്രപ്രവർത്തനം അത് സേവനമാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഈ പത്രമുതലാളി ആയ എഡിറ്റർ, അദ്ദേഹം ഇപ്പോൾ എഡിറ്റർമാരാണല്ലോ മുഴുവൻ നിയന്ത്രിക്കുന്നത്. എഡിറ്റർമാർ ഈ ചർച്ചയിൽ വരെ വന്നിരുന്ന് അവരുടെ വിവരമാണോ ഇൻവെർട്ടഡ് കോമയിൽ ഇടണം വിളമ്പുന്ന കാലത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, നോ മോർ എ സർവീസ്. അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. നമ്മൾ എന്താ ചെയ്യുന്നത്? നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ സെല്ല് ചെയ്യാണ്. സിനിമയെക്കുറിച്ച് രാജ് കപൂർ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് ദാദാ നേരത്തെ പറഞ്ഞു, ജനങ്ങൾക്ക് ഒരു സ്വപ്നമുണ്ട്, നമ്മളത് വിൽക്കുന്നവരാണ് എന്ന്. ഇദ്ദേഹവും പറഞ്ഞത് തന്നെയാണ്, നമ്മൾ വിൽപ്പനക്കാരാണ്. വിൽപ്പനക്കാർ ചന്തയിൽ സാധനം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് പിന്നെ മലയാളം പറയേണ്ടെന്നുള്ളത് കൊണ്ട് മലയാളത്തിൽ തന്നെ പറയുകയാണ്. വിൽപ്പനക്കാർ ചന്തയിൽ സാധനം നിരത്തി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, അത് ഏറ്റവും ആകർഷണീയമാകണം. ജനങ്ങളുടെ വന്നുപോകുന്ന വാങ്ങലുകാരുടെ, ഉപഭോക്താക്കളുടെ കണ്ണവിടെ തറയ്ക്കണം. തറയ്ക്കാവുന്ന വിധത്തിൽ നിറവും മണവും അതിനുണ്ടാവണം. സ്വാഭാവികമായുള്ള നിറവും മണവും അല്ലാത്തത് അതിനുണ്ടാകണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കൃത്രിമമായി അത് ചേർക്കണം. അതിന് ആകർഷണീയത വരുത്താൻ എന്തെല്ലാം ചെയ്യണോ അതൊക്കെയും ചെയ്യാം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന, നേരത്തോടൊപ്പം ഞാൻ 100% ആളുകളെ കുറിച്ചല്ല പറയുന്നത്, ഇന്ന് മാതൃകാപരമായി പത്രപ്രവർത്തനം നടത്തുന്നവർ ഒരാൾ പോലും ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ പൊതു പ്രവണത അങ്ങനായി പോകുന്നുണ്ട്. അതിൻ്റെ ലക്ഷണമാണ് ആ വലിയ മനുഷ്യൻ, കാഴ്ചയ്ക്കും എല്ലാം കൊണ്ടും വലുതായ മനുഷ്യൻ പറഞ്ഞത്, നമ്മുടേത് സേവനമല്ല, നമ്മുടേത് ട്രേഡാണ്. അവിടെ നമ്മൾ സ്വീകരിക്കേണ്ടത് നിലപാട് ഇതായിരിക്കണം. അതിന് ആവശ്യമായ നിറവും മണവും കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നതാണ് വിഷയം എന്നാണ്. അപ്പം ഈ ഒരു കാലത്താണ് ഒരു പക്ഷേ അധ്യക്ഷൻ ഹരീഷ് ജി പറഞ്ഞതുപോലെ ഭയന്നിട്ടാവാം ചില രക്ഷകർത്താക്കൾ കേബിൾ വയറ് മുറിച്ച് കളഞ്ഞിട്ടുണ്ടാവുക. നമുക്ക് വേണ്ട ഇത് എന്ന് ചിലപ്പം നിശ്ചയിച്ചിട്ടുണ്ട്. അതും ഒരു പക്ഷേ 100% എന്നൊന്നും അല്ല പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ചാനലുകളൊന്നും നടക്കില്ലല്ലോ. ഇപ്പോഴും അത് കാണുന്നവരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ജനങ്ങളുടെ ഉള്ളിൽ ഒരു സംശയത്തിൻ്റെ ബിന്ദു കടന്നു വന്നിരിക്കുന്നു. അതിൻ്റെ കാരണം നേരത്തെ സൂചിപ്പിച്ച ആ വസ്തുതയാണ്, തങ്ങളുടെ വാർത്തകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തണം എന്ന അമിതാവേശത്തോടുകൂടി നിറവും മണവും കൃത്രിമമായി ചേർത്ത് ഈ വിൽപ്പന ചരക്കിനെ വിപണിയിൽ വയ്ക്കാൻ തയ്യാറാകുന്ന ചിലരാണ് ഇത് വരുത്തി തീർത്തത് എന്നാണ് എനിക്ക് എൻ്റെ ബുദ്ധിയിൽ നിന്നുകൊണ്ട് അതിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിന് മാറ്റം വരണം എന്നത് സാധാരണക്കാരുടെ ആഗ്രഹമാണ്. ആ മാറ്റം വരണമെന്ന ആഗ്രഹം അങ്ങേയറ്റം എത്തി നിൽക്കുമ്പോഴാണ് ഒരു ജനാധിപത്യ മാധ്യമം എന്ന് പറയാവുന്ന, ഒരു ജനാധിപത്യ പൂർണ്ണമായ മാധ്യമം എന്ന് പറയാവുന്ന സാമൂഹ്യ മാധ്യമം രംഗപ്രവേശം ചെയ്തത്. അതിൻ്റെ പിന്നാലെ ജനങ്ങൾ, അതിൻ്റെ കൂടുതൽ നിർമ്മാതാക്കളും ഉപഭോക്താക്കളുമായി ജനങ്ങൾ മാറുന്നത്. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമം ഇവിടെ അറിയപ്പെടുന്ന ഒരു നിരീക്ഷകനെ, രാഷ്ട്രീയ നിരീക്ഷകനെ അവഹേളിച്ചുകൊണ്ട് അദ്ദേഹത്തെ ചർച്ചയിൽ പങ്കെടുപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിലപാടെടുത്തപ്പോൾ ആ ഒരൊറ്റ മനുഷ്യൻ അദ്ദേഹം സ്വന്തമായി തൻ്റെ യൂട്യൂബ് ചാനൽ ഉപയോഗിച്ച് ഈ പറഞ്ഞ പത്രമാധ്യമം, ചർച്ചാ മാധ്യമം, ദൃശ്യമാധ്യമത്തിൻ്റെ ചർച്ചാ സമയത്ത് തന്നെ അദ്ദേഹം സ്വന്തമായിട്ട് തൻ്റെ സ്പീച്ച് അതിലൂടെ പ്രക്ഷേപണം ചെയ്തപ്പോൾ അത്യത്ഭുതകരമായിരുന്നു. 10 മടങ്ങ് ഈ പറഞ്ഞ മാധ്യമത്തെക്കാൾ വിസിബിലിറ്റി,
റീച്ച് അയാൾക്ക് കിട്ടിയ സംഭവം നമ്മൾ കണ്ടു. ഞാൻ പേരും നിങ്ങൾക്ക് പറയാം. ശ്രീജിത്ത് പണിക്കർ വെല്ലുവിളിച്ചുകൊണ്ട്, ഒരു മാധ്യമത്തിനോട് വെല്ലുവിളിച്ചുകൊണ്ട് തൻ്റെ വ്യക്തിപരമായ യൂട്യൂബ് ചാനലിലൂടെ അത് പ്രസിദ്ധീകരിച്ച് നമ്മൾ കണ്ടു. ഏതായാലും ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ പുകഴ്ത്താനോ ആരെങ്കിലും ഒക്കെ താഴ്ത്താനോ വേണ്ടി പറയുന്നില്ല. ഈ യാഥാർത്ഥ്യം സാധാരണക്കാരൻ്റെ മുന്നിലുണ്ട് എന്നത് മറക്കാതിരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. നമ്മുടെ നാടിന് അത് വളരെയേറെ ആവശ്യവുമാണ് എന്ന് എനിക്ക് തോന്നുന്നതാണ്. സമയത്തിൻ്റെ വളരെയേറെ കുറവുണ്ട്. നമ്മൾ നിശ്ചയിച്ച സമയം ഏതാണ്ട് തീരാനുള്ള സമയം ഏറെക്കുറെ കഴിഞ്ഞിരിക്കുകയാണ്. എനിക്കും വളരെ കൂടുതൽ സമയമൊക്കെ അതിൽ എഴുതി വച്ചിട്ടുണ്ട്. ഭാഗ്യത്തിന് രാജൻ സാറ് കുറച്ച് സമയം തന്നതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് മാത്രം ഉപയോഗിക്കുകയാണ്. ഇന്നത്തെ വിഷയം വളരെയേറെ പ്രസക്തമായൊരു വിഷയമാണ്. ദാദാ Sudipto Sen has referred so many points regarding that woods to roots. മനോഹരമായൊരു വിഷയമാണ്. എന്താണ് വുഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് സുദീപ്തോ വളരെ കൃത്യമായി നമ്മളോട് പറഞ്ഞു. അതിന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് നമ്മുടെ ക്ഷണപത്രം അടിക്കണോ എന്ന് ചിലരെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞത് മലയാളത്തിലേക്ക് ചെയ്യാൻ വളരെ പ്രയാസമാണ്. കാരണം വുഡ്സ് എന്നത് നമ്മുടെ സങ്കല്പമേ അല്ല. വുഡ്സിന് വേണമെങ്കിൽ കാട്ടിൽ നിന്ന് വേരിലേക്ക് എന്ന് വേണമെങ്കിൽ തർജ്ജമ ചെയ്യാം. ഒരർത്ഥത്തിലുള്ള കാടത്തത്തിൽ നിന്ന് ശരിയായ വേരിലേക്ക് പോകണം എന്ന് പറയാം. പക്ഷെ ഇവിടെ ഉദ്ദേശിച്ചത് ഭാരതത്തിൻ്റെ സിനിമ എന്ന പേരിൽ ഇന്ന് നമുക്ക് ഒന്നും കാണാൻ കഴിയും. സിനിമ കാണുന്നതിലൂടെ, സിനിമ ഒരു പ്രധാനപ്പെട്ട മാധ്യമം, മാസ് മീഡിയയെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ നടക്കണമെന്ന് നിശ്ചയിച്ചാണ് ആ വിഷയം വെച്ചത്. അതിൽ ഭാരതത്തെ കാണാൻ കഴിയുന്നില്ല. ഇതൊരു പ്രധാന വിലാപമാണ്. പല കാണികളുടെയും ദർശകരുടെയും ഒരു വലിയ വിലാപമാണ്. ഇന്നത്തെ ഭാരതത്തിൻ്റെതെന്ന് പറയുന്ന സിനിമയിൽ കാണാൻ ഭാരതത്തെ ഒഴിച്ചു ബാക്കി പലതും കാണാൻ കഴിയുന്നു. അതിന് മാറ്റം ഉണ്ടാകണം. ഇപ്പം ഈ വുഡ് പ്രയോഗം തന്നെ സുദീപ്തോ സെന്നിൻ്റെ ബംഗാളിൽ നിന്നാണ് തുടങ്ങിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബംഗാളിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമുണ്ട്, ഐ തിങ്ക് ടോളിഗഞ്ച്, സംതിങ് ലൈക്ക് ദാറ്റ്. ദാറ്റ് വാസ് ദ ഫിലിം സെൻറ്റർ ഓഫ് ബംഗാൾ. they started Tollywood, but later on തെലുങ്കാന, ആന്ധ്രാപ്രദേശുകാർ തെലുഗു ഭാഷ എന്ന നിലയിൽ അവരുടേത് ടോളിവുഡാക്കി മാറ്റുകയാണ് ചെയ്തത്. പിന്നെ നമ്മളാരും വിടാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ മോളിവുഡോ എന്ന് എനിക്കറിയില്ല, ഇവിടുത്തെ വുഡ് ഏതാണെന്നറിയില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ കാർഡുകൾ നമ്മൾ സൃഷ്ടിക്കാൻ തുടങ്ങി. കാരണം അവിടെ ഒരു ഹോളിവുഡ് ഉണ്ട്, അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ വേണ്ടേ എന്നതാണ് നമ്മുടെ ചിന്ത. നമ്മളെപ്പോഴും അങ്ങനെയാണ്. നമുക്ക് ചാണക്യനല്ല. നമുക്ക് ചാണക്യന് വില വരണമെങ്കിൽ ചാണക്യൻ്റെ പേരിനൊപ്പം ഇന്ത്യൻ മാക്യുവെല്ലി എന്ന് പ്രയോഗിക്കണം. അപ്പോഴാണ് നമുക്കൊരു ധൈര്യം വരിക. സത്യത്തിൽ ചാണക്യനും മാക്യുവെല്ലിയും തമ്മിൽ ക്രൊണോളജിക്കൽ ഓർഡർ വെച്ച് നോക്കിയാൽ തന്നെ ചുരുങ്ങിയത് 1200 വർഷം പഴക്കമുള്ള ആളാണ് ചാണക്യൻ. എന്നാലും ചാണക്യന് വില കൊടുക്കാൻ നമ്മളെന്ന് പറയുന്നു അദ്ദേഹം ഇന്ത്യൻ മാക്യുവെല്ലിയാണെന്ന്. പക്ഷെ ഒരൊറ്റ ഇറ്റാലിയനും ഒരൊറ്റ ഇറ്റലി പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനും അവർ മാക്യുവെല്ലിയെ പരിചയപ്പെടുത്തുമ്പോൾ അത് ഇറ്റാലിയൻ ചാണക്യനാണ് എന്ന് പറയില്ല. നമുക്ക് സമുദ്രഗുപ്തന് വില വരണമെങ്കിൽ ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് പറയണം. ഇന്ത്യൻ സമുദ്രഗുപ്തൻ ആരാണ്? ഇന്ത്യൻ നെപ്പോളിയനാണ്. ഇങ്ങനെയാണ് നമ്മുടെ സങ്കല്പം. അതുകൊണ്ട് സിനിമ, സത്യമാണ്, സിനിമ പുറത്തുനിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നതാണ്. പക്ഷെ പുറത്തുനിന്ന് വന്നതാണ് എന്നതുകൊണ്ട് അതിനെ അതേപോലെ ഉപയോഗിക്കാൻ അല്ല ഭാരതീയ സിനിമയുടെ പിതാവായ ദാദാസാഹേബ് ഫാൽക്കെ നിശ്ചയിച്ചത്. ദാദാസാഹേബ് ഫാൽക്കെ അതിനെ പരിപൂർണമായും ഭാരതവൽക്കരിക്കാനാണ് തീരുമാനിച്ചത്. ആ തീരുമാനം എപ്പോൾ ഉണ്ടായതെന്നൊക്കെ ഇതേ വേദിയിൽ തന്നെ പലവട്ടം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്, നമുക്കറിയാം. 911 ഒരു സിനിമ കാണാൻ വേണ്ടി ദാദാസാഹേബ് ഫാൽക്കെ തൻ്റെ മകൻ ബാലചന്ദ്ര ഫാൽക്കെയുമായിട്ട് ബോംബെയിലെ അമേരിക്കൻ തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട് പോയി. അന്നത്തെ അവർ കാണാൻ ചെന്ന ദിവസത്തെ സിനിമ, ആ സിനിമ അമേസിങ് അനിമൽസ് എന്ന് പറയുന്ന ഒരു സിനിമ, മൃഗങ്ങളെക്കുറിച്ചുള്ള സിനിമയായിരുന്നു. അത് കണ്ട് ഫാൽക്കെ, അതായത് ദാദാസാഹേബ് ഫാൽക്കെ ഇത്തരം ഫിലിമൊക്കെ അദ്ദേഹത്തിൻ്റെ വിദേശയാത്രകൾക്കിടയിൽ കണ്ടിട്ടുണ്ട്. മകൻ ആദ്യമായിട്ട് കാണുകയാണ്, അത്ഭുതം കൂറിപ്പോയി. ആ അത്ഭുതം മുഴുവൻ 100 ഇരട്ടിയായി അമ്മയുടെയും മറ്റ് സഹോദരങ്ങളുടെയും മുമ്പിൽ സാധാരണ പോലെ അവൻ പോയി നിരത്തി. കാരണം അവന് മാത്രം കിട്ടിയൊരു സൗഭാഗ്യമാണ്.
വീട്ടുകാരെ ബാക്കി ആൾക്കാർക്കും ആഗ്രഹമായി കാണണമെന്ന്. ദാദാസാഹേബ് ഫാൽക്കെ ബാക്കി ആൾക്കാരെയും കൊണ്ട് പിറ്റേ ദിവസം വീണ്ടും സിനിമ കാണാൻ പോയി. തലേ ദിവസം അമേസിംഗ് അനിമൽസ് ആണ്, മൃഗങ്ങൾ സംസാരിക്കുന്നു, മൃഗങ്ങൾ ചേഷ്ട കാണിക്കുന്നു, മൃഗങ്ങൾ സൗഹൃദം നടത്തുന്നു, ഇങ്ങനെയൊക്കെയുള്ള ചിത്രണങ്ങൾ കണ്ട ബാലേന്ദ്ര ഫാൽക്കെ വീണ്ടും കാണുമ്പോൾ അന്ന് ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആയിരുന്നു. കാരണം അന്ന് ഒരു ദുഃഖവെള്ളിയാഴ്ചയായിരുന്നു. സിനിമ മാറിയെങ്കിലും എല്ലാവർക്കും വലിയ ആനന്ദമായി, എല്ലാവരും അത് ആസ്വദിക്കുകയാണ്. ക്രൈസ്റ്റ് വരുന്നു, ജൂഡാസ് വരുന്നു, സെയിൻറ്റ് തോമസ് വരുന്നു, ഇതൊക്കെ അവർ കണ്ട് ആസ്വദിച്ചിരിക്കുമ്പോൾ ഒരാൾ മാത്രം അത് ആ നിലയിലല്ല ആസ്വദിച്ചത്. അത് കണ്ടിരുന്ന ദാദാസാഹേബ് ഫാൽക്കെയുടെ മനസ്സാകുന്ന വെള്ളിത്തിരയിൽ അദ്ദേഹം സങ്കല്പിച്ചു കുറേ കഥാപാത്രങ്ങളെ. ഇതിനെ മതപരമായ അർത്ഥത്തിൽ എടുക്കരുത് കേട്ടോ ആരും. അന്ന് ജീസസ് ക്രൈസ്റ്റ് ആയി എന്ന് മാത്രമേ ഉള്ളൂ. തലേ ദിവസവും ഇതേ ചിത്രം അദ്ദേഹത്തിന്റെ മനസ്സിൽ കടന്നു വന്നിട്ടുണ്ടാകണം. ജീസസ് ക്രൈസ്റ്റിന്റെ സ്ഥാനത്ത് ശ്രീകൃഷ്ണൻ വന്നാൽ എങ്ങനെയുണ്ടാവും എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. ആ സ്ഥാനത്ത് ഹരിശ്ചന്ദ്രൻ വന്നാൽ എങ്ങനെയുണ്ടാകും എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. മറ്റൊരു കഥാപാത്രത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത് ആ സ്ഥാനത്തേക്ക് ആ സംഭവം ലങ്കാദഹനം എന്ന രൂപത്തിൽ പ്രതീകത്തിലൂടെ അവതരിപ്പിച്ചാൽ എങ്ങനെയുണ്ടാകും എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. മോഹിനിയുടെ രൂപത്തിൽ അവതരിപ്പിച്ചാൽ എങ്ങനെയുണ്ടാകും എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. ആ ചിന്തയുടെ ഫലമാണ് ഒരർത്ഥത്തിൽ താൻ കണ്ട ആ വുഡ് അല്ലെങ്കിൽ വിദേശത്തു നിന്നെത്തിയ ആ സിനിമയെ അതേ രൂപത്തിൽ സ്വീകരിക്കുന്നതിന് പകരം അതിനെ ഭാരത വുഡാക്കി, വേണമെങ്കിൽ ഇനി അങ്ങനെ പേര് പാടില്ല എന്ന് പറഞ്ഞു, ഒരു നല്ല ഡയറക്ടർ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഭാരതീയമായ ഭാരതീയ സ്വത്വത്തെ, ഭാരതീയ തനിമയെ, ഭാരതീയ സെൽഫ് ഫുഡ് അതിനെ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യിക്കാം ഫിലിംസിലൂടെ എന്നതാണ് അദ്ദേഹം ചിന്തിച്ചത്. അതിൻ്റെ ഫലമാണ് ഒന്നരയോ വർഷങ്ങൾ കഴിഞ്ഞ് രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞപ്പോഴേക്കും ഹരിശ്ചന്ദ്രന്റെ രൂപത്തിൽ രാജാ ഹരിശ്ചന്ദ്ര എന്ന നിലയിൽ ആ സിനിമ വന്നത്. ഒന്നിൽ നിർത്തിയില്ല, എത്രയോ സിനിമകൾ എടുത്തു. സാമ്പത്തികമായ പരാധീനതകൾ ഉണ്ടായി. ആ പരാധീനതകളിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ പല സുഹൃത്തുക്കളും മുന്നോട്ട് വന്നു, പല സുഹൃത്തുക്കളും. ആ കൂട്ടത്തിൽ നമ്മുടെ കേരളീയനായ രാജാ രവിവർമ്മ പോലും ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ദാദാസാഹേബ് ഫാൽക്കെ അദ്ദേഹത്തിന്റെ ഭാരതീയതയ്ക്ക് നൽകുന്ന ഈ പ്രാധാന്യത്തെ ഉയർത്തിപ്പിടിക്കാൻ തീരുമാനമെടുത്തത് മറ്റാരുമായിരുന്നില്ല. ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ വിൽ ഹാവ് ഇറ്റ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും, നീ തന്നില്ലെങ്കിൽ പിടിച്ചു വാങ്ങൂടാ എന്ന് ബ്രിട്ടീഷുകാരനോട് ഗർജിച്ച ലോകമാന്യ തിലകൻ ദാദാസാഹേബ് ഫാൽക്കെയെ പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് പോയി നാസിക് കോൺഗ്രസ് സമ്മേളനത്തിലേക്ക്. അവിടെ അദ്ദേഹത്തെ അവതരിപ്പിക്കുക മാത്രമല്ല, ഒരുപക്ഷെ സിനിമാ നിർമ്മാണത്തിന് വേണ്ടി നടത്തിയ ആദ്യത്തെ ക്രൗഡ് സോഴ്സിംഗ് അതിൻ്റെ ഡയറക്ടർ ലോകമാന്യ തിലകനായിരുന്നു. തിലകൻ അവിടെ എല്ലാവരോടുമായിട്ട്, അവിടുത്തെ അംഗങ്ങളോട് എല്ലാവരോടുമായിട്ട് അഭ്യർത്ഥിച്ചു, നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ സിനിമാ നിർമ്മാണം, കാരണം അതിലൂടെ ഒരു സ്വത്വജാഗരണം നടക്കുന്നുണ്ട്, ഭാരതീയതയുടെ ഒരു ഉണർവ് സംഭവിക്കുന്നുണ്ട്, അതിനുവേണ്ടി ധനസഹായം ചെയ്യണം എന്ന് പറയുക പോലും ചെയ്തു. ഇപ്പം ഞാൻ പറഞ്ഞത്, പുറത്തുനിന്ന് വന്നതിനെയും സ്വാംശീകരിക്കാൻ അതിന് അനേക ഉദാഹരണങ്ങളുണ്ട്. അതിലേക്കൊക്കെ പോയാൽ സമയം വളരെ കൂടുതൽ എടുക്കുമെന്ന് ഒന്നുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ ഒരു അടിസ്ഥാനപരമായ പ്രമാണം തന്നെയുണ്ട്. ആനോ ഭദ്രക്രതവോ എന്തു വിശ്വതഃ. വരട്ടെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഭദ്രമായ ചിന്തകൾ എൻ്റെ നാട്ടിലേക്ക്, അത് എല്ലാം സ്വീകരിക്കാവുന്നതാണ്. ഇപ്പോൾ ഭാരതീയത എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ചിലരുടെ ഒരു വലിയ സംശയം, ഈ സംശയമൊക്കെ ഏറ്റവും കൂടുതലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ മോസ്റ്റ് ലിറ്ററേറ്റ്, മോസ്റ്റ് സെക്യുലർ, മോസ്റ്റ് ലിബറൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സംശയങ്ങൾ ഉണ്ടാവുക. അവർ പറയുക, നിങ്ങളിങ്ങനെ ഭാരതം എന്ന് പറഞ്ഞിങ്ങനെ കൂട്ടി വെച്ചിരുന്നാൽ നടക്കുമോ? ലോകം മാറുകയാണ്. നമുക്കും അറിയാം ലോകം മാറുകയാണ്. മാറട്ടെ ലോകം. ആ മാറുന്ന ലോകത്തിന്റെ നന്മകളും നമ്മളിലേക്ക് വരട്ടെ. ഗാന്ധിജി പറഞ്ഞതുപോലെ ഈ നന്മകളുടെ ഈ കാറ്റുകൾ എൻ്റെ മുറിയിലേക്ക് കടന്നു വരാൻ ഞാൻ എൻ്റെ ജനാലയും കതകുമൊക്കെ തുറന്നിട്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ജനാലയും കതകുമൊക്കെ തുറന്നിടുമ്പോൾ ഈ വരുന്ന കാറ്റ് ഗതിവേഗം വർദ്ധിച്ച് എൻ്റെ മുറിയുടെ അടുക്കും ചിട്ടയും തകർക്കരുത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് നേരെ ഞാൻ ആഞ്ഞടയ്ക്കും എൻ്റെ കതക്, എൻ്റെ ജനാല. അതുകൊണ്ടാണ് ആ ശ്ലോകത്തിലും പറയുന്ന ആനോ ഭദ്രക്രതവോ എന്തു വിശ്വതഃ. ഭദ്രമായത് മംഗളകരമായിട്ട് വരട്ടെ. ഒരു മാധ്യമം എന്ന നിലയിൽ സിനിമയ്ക്ക് അതിൻ്റെതായ ശക്തിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ നാം സ്വീകരിച്ചു. ആദ്യകാല സിനിമാ പ്രവർത്തകരൊക്കെയും ആ നിലയിൽ തന്നെയാണ് അതിനെ കണ്ടത്. സ്വാതന്ത്ര്യ സമരത്തിന് കരുത്തേകുന്ന, ദേശഭക്തിയെ ജ്വലിപ്പിക്കുന്ന, ഇവിടെ ചില ചോദ്യങ്ങൾ നമ്മുടെ അധ്യക്ഷൻ ഉന്നയിച്ചു.
ആ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ ഉത്തരമാണ് ആദ്യകാല സിനിമകൾ ഓരോന്നും നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കിട്ടുന്നത്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിവുള്ളതുപോലെ തന്നെ ഈ ദേശീയത എന്ന് പറയുന്നതാണ് ലോകത്തെ ഏറ്റവും സങ്കുചിതമായ ഒന്ന്. അങ്ങനെ പറയുന്നതാണ് ഏറ്റവും പുരോഗമനം കേട്ടോ. അങ്ങനെ പറയുന്നതാണ്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഗവർണർ, നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ ഒരു മഹാപരാധം ചെയ്തു എന്നാണ് ചില ആൾക്കാർ പറയുന്നത്. എന്താണ് അപരാധം? ഭാരതാംബയെ പൂജിച്ചു എന്നാണ്. ഭാരതാംബയെ പൂജിപ്പിക്കാൻ പാടില്ല. എവിടുന്ന് കിട്ടി ഈ സാധനം എന്നാണ് ചിലർ ചോദിക്കുന്നത്. എവിടുന്ന് അങ്ങനെ ചോദിച്ചാൽ അതൊരു വലിയ പുരോഗമനമായി എന്നാണ് ചിലർ കണക്കാക്കുന്നത്. ഇതാണ് വിചിത്രമായ സാഹചര്യം. സാക്ഷാൽ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അനന്തരവൻ മരുമകനായ അഭിനീന്ദ്രനാഥ ടാഗോർ, ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആധുനിക ചിത്രകാരന്മാരിൽ ഒരാൾ, ഭാരതത്തിൻ്റെ ഭാരതീയമായ ചിത്രകലയെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി നന്ദലാൽ ബോസിൻ്റെയൊക്കെ ഒപ്പം പ്രവർത്തിച്ച അഭിനീന്ദ്രനാഥ ടാഗോർ ഭാരതീയതയെ ജനങ്ങളുടെ ഉള്ളിൽ സ്ഥിരപ്രതിഷ്ഠ നടത്തുന്നതിന് വേണ്ടി ഭാരത മാതാവിനൊരു രൂപം നൽകി. അദ്ദേഹം മാതൃ മൂർത്തി എന്ന പേരിട്ടുകൊണ്ട് ചതുർഭുജധാരിണിയായ ഒരു യുവയോഗിനിയുടെ രൂപത്തിൽ ഭാരതമാതാവിനെ കാവ്യാണ് കേട്ടോ അവതരിപ്പിച്ചത്. കാവ്യം എന്ന് പറയുന്നതിന് ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഭാരതാംബയുടെ പ്രശ്നമല്ല എന്നാണ് നമ്മുടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത്. അത് അവർക്ക് പ്രശ്നമല്ല. അതുകൊണ്ട് ദേശീയ പതാക മാത്രം പിടിച്ചാൽ, ദേശീയ പതാകയിലും കാവ്യമുണ്ട് കേട്ടോ, ഇരിക്കട്ടെ. പക്ഷേ അങ്ങനെ ഈ അടുത്ത സമയത്ത് നമ്മൾ കണ്ടു, ഒരു ദിവസം പോസ്റ്ററിൽ വയ്ക്കും, പിറ്റേ ദിവസം പോസ്റ്റർ തന്നെ നീക്കം ചെയ്യും. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ആകെ അങ്കലാപ്പിലായിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ ഗവർണർ ഒരു വലിയ സർജിക്കൽ സ്ട്രൈക്കാണ് നടത്തിയത്. ആ സർജിക്കൽ സ്ട്രൈക്കിൽ പൊളഞ്ഞു പോവുകയാണ് ഈ പുരോഗമനം എന്ന് പറയുന്ന ആളുകൾ ഒക്കെയും. ഏതായാലും കാവ്യ ഉടുപ്പിച്ച് യുവയോഗിനിയുടെ രൂപത്തിൽ ചതുർഭുജധാരിണിയായി ഒരു വെള്ള തുണിക്കഷണവും ഒരു ജപമാലയും ഒരു പുസ്തകവും ഒരു പിടി നെൽക്കതിരുമായി ദേവിയുടെ രൂപത്തിൽ അവതരിപ്പിച്ചു. ഇത് ആദ്യമായി കണ്ട സ്വാമി വിവേകാനന്ദന്റെ വത്സല ശിഷ്യയായ, ഭാരതത്തിനു വേണ്ടി നിവേദിപ്പിക്കപ്പെട്ട ആ ഭഗിനി നിവേദിത അവർ പറഞ്ഞു, ഇതെൻ്റെ ഭാരതമാതാവാണ്. ഭാരതമാതാവ് എന്ന പേര് നൽകി ഭാരതത്തിൻ്റെ മുക്കിലും മൂലയിലും ഈ ചിത്രങ്ങൾ എത്തി. ഈ ചിത്രം കണ്ട ആവേശഭരിതനായിട്ടാണ്, ഞാൻ കോട്ടൻകോട്ടില പറയുന്നത് കേട്ടോ, ഇനി നാളെ ദ്രാവിഡവാദത്തെ നന്ദകുമാറും അനുകൂലിച്ചു എന്നും പറഞ്ഞു കഴിഞ്ഞത്, ഒരു ശുദ്ധ ദ്രാവിഡനായ സുബ്രഹ്മണ്യ ഭാരതി ഇവിടുന്ന് വണ്ടി കയറി ബംഗാളിലേക്ക്. നിവേദിതയുടെ കാൽപാദങ്ങളിലിരുന്ന് ഭാരത സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്രാന്തിയുടെ ദീക്ഷ വാങ്ങി, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ കുങ്കുമം തൊട്ട് വന്ദേമാതരത്തിൻ്റെ കോപ്പിയുമായി നേരെ തമിഴ്നാട്ടിലെത്തി വന്ദേമാതരം തമിഴിൽ തർജ്ജമ ചെയ്തു. വംഗഭംഗ വിരോധി ആന്തോളൻ, ബംഗാൾ വിഭജന വിരുദ്ധ പ്രക്ഷോഭം തമിഴ്നാട്ടിൽ നടത്തി. എന്താ തമിഴ്നാട്ടുകാർക്ക് അതിൽ ബന്ധം? ഭാരതം മുഴുവൻ അത് വ്യാപിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് ആ ഭാരതാംബയുടെ ചിത്രമായിരുന്നു എന്നുകൂടി മനസ്സിലാക്കുക. വന്ദേമാതരം എന്ന മന്ത്രമായിരുന്നു, വന്ദേമാതരം എന്ന ആ 5 അക്ഷരമായിരുന്നു എന്ന് മനസ്സിലാക്കുക. അമ്മ എന്ന രൂപത്തിൽ ഭാരതത്തെ കാണുകയും അതിനൊരു പ്രതീകം, ഒരു മൂർത്തി, നേരത്തെ തന്നെ ആ ഭാവനയുണ്ട്. മാതാഭൂമി പുത്രോഹം പൃഥ്വിയ എന്ന് പറഞ്ഞത് 10,000 വർഷങ്ങൾക്ക് മുമ്പാണ് ഭാരതീയൻ. അമ്മയാണ് ഈ മണ്ണ്, അതിൻ്റെ മക്കളാണ് നമ്മൾ എന്ന് വേദമാണ് ഉദ്ഘോഷിച്ചത്. ആ ഭാവന ഉണ്ടായിരുന്നു. അതിന് ആധുനിക കാലത്തൊരു മൂർത്തി, ഒരു പ്രതീകം നൽകിയതാണ് ഭാരതാംബ. അങ്ങനെയുള്ള ആ ഭാരതാംബയെ പൂജിക്കുന്നതാണ് തെറ്റ്. ഇത്തരം വിവാദങ്ങൾ സാധാരണ ഉണ്ടാകുന്നൊരു പ്രദേശമാണ് കേരളം. അതുകൊണ്ട് തന്നെയാണ് അത്തരം വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതിൽ വളരെ പ്രമുഖരായ, വളരെ പ്രഗത്ഭരായ, ഒരുപക്ഷെ അതിൻ്റെ സ്വാധീനം കൊണ്ടാവാം നമ്മുടെ സുദീപ്തോസിനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് പറഞ്ഞത്, ആ പദം ഒരു നല്ല പദം എന്നുള്ള അർത്ഥത്തിലൂടെ ആയിരിക്കാം, പല വിവാദങ്ങൾ സൃഷ്ടിച്ച സിനിമയുടെ നിർമ്മാതാവാണ് എന്ന്. ഏതായാലും അങ്ങനത്തെ വിവാദം സൃഷ്ടിക്കുന്ന ചില പ്രത്യയശാസ്ത്രങ്ങളുണ്ട്. ആ പ്രത്യയശാസ്ത്രങ്ങൾ സിനിമാ മേഖലയിലൂടെ കടന്നു വന്നു. ഞാൻ പറഞ്ഞു വന്നത്, ദേശഭക്തിയുടെ സ്ഥാനത്ത് ദേശീയതയ്ക്ക് എന്തു പ്രാധാന്യം എന്ന് ചോദിക്കുന്നവർ പ്രഗതിശീല ലേഖക പരിഷത്ത്, നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ദേശീയ പ്രസ്ഥാനങ്ങൾ ഈ സിനിമാ മേഖലയിലൂടെ കടന്നു വന്നപ്പോഴാണ് സിനിമയെ ദേശീയതയെ പ്രോത്സാഹിപ്പിക്കാനോ രാഷ്ട്രസ്വത്വത്തെ പ്രാധാന്യത്തോടുകൂടി അവതരിപ്പിക്കുന്നതിനോ എതിരായിട്ടുള്ള ഒരു സ്വരം ഉയർന്നു വരികയും അത്തരക്കാർക്ക് പ്രാമുഖ്യം വർദ്ധിക്കുകയും ചെയ്തപ്പോഴാണ്, ഏറെക്കുറെ ആ കാലം സ്വാതന്ത്ര്യലബ്ധിയോടനുബന്ധിച്ച് ആയിരുന്നു. അതിനുശേഷമുള്ള സിനിമകളിൽ വളരെ വലിയ വ്യതിയാനം സംഭവിച്ചു. പോകെ സിനിമകളിലൂടെ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്നതിന് പകരം
സംസ്കാരത്തിന് വിരുദ്ധമായ, നാടിൻ്റെ പാരമ്പര്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ, ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയിക്കണം എന്ന കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല. പക്ഷേ നമ്മെ ഒരുമിപ്പിക്കുന്ന, നമ്മെ ഉയർത്താൻ, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് പകരം എന്ന് ഞാൻ പറയാൻ കാരണം, ഒരു സിനിമ ഹൈദർ എന്ന് പറയുന്നതായ ഒരു സിനിമ വന്നു. പേരെന്തും ആയിക്കോട്ടെ, നീയാണ് കോതമ്പ് പാടത്ത് നിർവ്വഹിതു പോകും മുകിലാണ് എന്ന് കുറുപ്പ് സാറ് പാടിയതുപോലെ പേരെന്തായാലും എനിക്ക് പ്രശ്നമല്ല. പക്ഷേ ഹൈദർ എന്ന സിനിമ, ആ സിനിമയിലെ ഒരു രംഗം, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയാണ്, നല്ല എടുക്കപ്പെട്ട ഒരു സിനിമയാണ്. ആ സിനിമയിൽ നായകനായി അവതരിപ്പിക്കുന്ന കഥാപാത്രം അദ്ദേഹം ഒരു പാകിസ്ഥാൻ പ്രോട്ടഗോണിസ്റ്റാണ്. പാകിസ്ഥാന്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു നൃത്തരംഗമുണ്ട് ഹൈദറിൽ, ശ്രദ്ധിച്ചവർക്കറിയാം. അത് നൃത്തം നടക്കുന്നത് കാശ്മീരിലെ മാർത്താണ്ഡ ക്ഷേത്രത്തിന്റെ മുന്നിലാണ്. മാർത്താണ്ഡ ക്ഷേത്രം പരിപൂർണമായും വിദേശികളാൽ തകർക്കപ്പെട്ട ക്ഷേത്രമാണ്, തകർന്നു കിടക്കുന്ന ആ ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഈ ആളുടെ നൃത്തം നടക്കുന്നത്. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പറയാനുള്ള സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് പാകിസ്ഥാനെ കുറിച്ച് സംസാരിക്കാം. ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് ഏറെക്കുറെ ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഒരു ചോദ്യം ഉന്നയിച്ചത്. ആരെന്ന് ഞാൻ പറയേണ്ടതില്ല, ഉന്നയിച്ചത് പാകിസ്ഥാൻ കി ജയ് എന്ന് പറഞ്ഞാൽ എന്താ ദോഷം, ഞാൻ വിളിക്കും എന്ന് പറഞ്ഞ് ചാനലിൽ ഇരുന്ന് പറഞ്ഞ ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ടായിരുന്നു, ഒരു അഖിലേന്ത്യാ സെക്രട്ടറി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇത്തരക്കാർ ചേർന്ന് ഈ മാധ്യമത്തെ ഒരർത്ഥത്തിൽ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വിരുദ്ധമായി ഉപയോഗിക്കാൻ വേണ്ടി നിശ്ചയിച്ചതിൻ്റെ ഇനിയും നിരത്താൻ ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് ഏറെ കടക്കുന്നില്ല. അതിന് മുഖ്യമായ കാരണം ഇവിടെ സൂചിപ്പിച്ച നമ്മുടെ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഏകതയുടെയും ഉദ്ഗ്രഥനത്തിൻ്റെയും ആ മഹത്തായ സന്ദേശത്തെ ഉൾക്കൊള്ളാനുള്ള മടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് പരിവർത്തനം വരുത്തണം. അതിനനിവാര്യമായ, അതിന് അനുപേക്ഷണീയമായ കണ്ടൻസിനെ, ഏറ്റവും പ്രധാനം ഉള്ളടക്കമാണ്, ആ ഉള്ളടക്കത്തെ നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന പുതിയ സിനിമകൾ ഉണ്ടായി വരണം. അതിൻ്റെ ഏറ്റവും ശുഭോദർക്കമായ ഉദാഹരണങ്ങളാണ്, ഏറ്റവും ശുഭകരമായ പരിണാമത്തിൻ്റെ ലക്ഷണങ്ങളാണ് നമുക്ക് ഈ സമീപകാലത്തുണ്ടായ ചില സിനിമകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില ബയോപിക്കുകൾ, വളരെ സുന്ദരമായ ചില ബയോപിക്കുകൾ വന്നു. ഉറി പോലുള്ള ബയോപിക്ക്, അതേപോലെ സാം ബഹദൂർ പോലുള്ള ബയോപിക്ക്, ഏറ്റവും അടുത്ത് ഛാവ, സംഭാജിയെക്കുറിച്ചുള്ള, ഛത്രപതി സംഭാജിയെക്കുറിച്ചുള്ള ഫിലിം. പക്ഷെ ഇവിടെയും കേരളക്കാരനെന്ന നിലയിൽ നാണിച്ച് തല താഴ്ത്തിക്കൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, ഈ പറഞ്ഞ ഒരൊറ്റ സിനിമ പോലും കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ തിയേറ്ററുകൾ, സോറി ടു സേ സുദീപ്തോജി, യു ആർ സേയിങ് അബൌട്ട് ഉറി, യു ആർ മെൻഷനിങ് അബൌട്ട് സാം ബഹദൂർ ആൻഡ് ഓൾ, बट पूरे शर्म के साथ मैं बता रहा हूं भाई साहब, इसमें से आपके फिल्म सहित और विवेक का जो कश्मीर फाइल सहित फिल्मों के लिए थिएटर देने के लिए लोग तैयार नहीं था. They were not ready. ഞാൻ പല തിയേറ്റർ ഉടമകളോടും ചോദിച്ചു. അവർ പറഞ്ഞത് കാണാൻ ആളില്ലാഞ്ഞിട്ടല്ല, കാണിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് എന്നാണ്. കാണിക്കരുത് എന്ന് നിർദ്ദേശം കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ ആരാണ് ഇതിനു വേണ്ടി ശ്രമിക്കുന്നത് എനിക്കറിയില്ല. അവർക്ക് ശക്തമായ, നിനക്ക് നാളെയും കളിക്കണോ എന്നാണ് എന്നോട് ചോദിച്ചതെന്നാണ് എൻ്റെ നാട്ടിലെ ഒരു തിയേറ്റർ ഉടമ പറഞ്ഞത്. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യേണ്ടി വന്നു? സാധാരണ ജനങ്ങൾ ഈ സിനിമകൾ ഏറ്റെടുത്തു. അവരുടെ പൈസ കൊടുത്ത് തിയേറ്ററുകൾ ബുക്ക് ചെയ്ത് നടത്തുകയും കാണിക്കുകയും ചെയ്യേണ്ടി വന്നു. ഇതൊക്കെ നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. When we are thinking about woods to roots, we have to think seriously about the prevailing condition of our so-called cultural atmosphere. നമ്മുടെ സാംസ്കാരിക മണ്ഡലം എന്ത് തന്നെയായാലും, എന്തെതിരായാലും, എനിക്കെന്തെതിരായാലും കാണട്ടെ, ചർച്ച ചെയ്യട്ടെ എന്ന് എടുക്കുകയല്ലേ വേണ്ടത്, അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ലോകം മുഴുവൻ ഇവിടെ ആവർത്തിച്ച് പറഞ്ഞ ഭാരതീയ വേദാന്തത്തിൻ്റെയും ഭാരതീയ ദർശനത്തിൻ്റെയും മാർഗത്തിലേക്ക് വരികയാണ്. ലോകത്തിൽ അത്ഭുതം പോലെ പിറന്നു വീണ പല സിനിമകളും, സോകോൾഡ് ഹോളിവുഡ് സിനിമകൾ, അതിൽ ഇന്റർസ്റ്റെല്ലാർ ക്രിസ്റ്റഫർ നോളൻ എടുത്ത സുന്ദരമായ സിനിമ ലക്ഷക്കണക്കിന് കോടി രൂപ നേടിക്കൊണ്ട് ലോകത്തിലൊരു അത്ഭുതം പോലെ മാറിയ സിനിമയുടെ
കേന്ദ്ര പ്രമേയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഭാരതത്തിൻ്റെ വേദാന്തമാണ്, ഭാരതത്തിൻ്റെ ദർശനമാണ്, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വേദം പറയുന്ന, ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആ അത്യത്ഭുതകരമായ പരബ്രഹ്മത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് നോളൻ്റെ ഇൻ്റർസ്റ്റെല്ലാർ ചർച്ച ചെയ്യുന്നത്, മുഖ്യമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഇനി നിങ്ങൾ അവതാർ നോക്കൂ. അവതാർ, കാമറൂണിൻ്റെ അവതാറിൻ്റെ കേന്ദ്ര പ്രമേയം എന്തെന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ അതിൻ്റെ കഥാപാത്രങ്ങളുടെ നിറം തൊട്ട് അവർ ഉയർത്തുന്ന ആശയങ്ങൾ വരെ അതൊരു അവതാരത്തെക്കുറിച്ചുള്ള ചർച്ച തന്നെയാണ് നടക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ ഇൻകാർണേഷൻ എന്ന് പേരിടാമായിരുന്നു ആ സിനിമയ്ക്ക്. പക്ഷേ ബോധപൂർവം കാമറൂൺ അതിന് പേര് കൊടുത്തത് അവതാർ എന്നാണ്. വിഷ്ണുവിൻ്റെ അവതാരം എന്ന സങ്കല്പം അധർമ്മത്തിനെതിരായി പൊരുതാൻ ഇറങ്ങി വരുന്ന ഒരു അവതാരത്തെക്കുറിച്ചുള്ള സങ്കല്പമാണ് അതിൽ പറയുന്നത്. ഇനി ഏറെ ചർച്ച ചെയ്യപ്പെട്ട മാട്രിക്സ് ട്രിലോജി, 3 പരമ്പരയായിട്ട് വന്ന മാട്രിക്സിനെ കുറിച്ച് നോക്കിയാൽ ദ വാച്ചോസ്കി എന്ന് പറഞ്ഞ സഹോദരിമാരാണ്, ലാനോ വാച്ചോസ്കിയും ലിലി വാച്ചോസ്കി. ഐ ഡോണ്ട് നോ വെരി ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ, ദാദാ മസ്റ്റ് കറക്റ്റ് മീ. വാച്ചോസ്കി ഓക്കെ ഓക്കെ. രണ്ടുപേരും ട്രാൻസ് വിമനുകളാണ് കേട്ടോ, ജനിച്ചത് ആണുങ്ങളായിട്ടാണ്, 10-16 വർഷമായിട്ടുള്ള പെണ്ണുങ്ങളായിട്ട്. അവരെടുത്ത മാട്രിക്സ്, അതിലും എന്താ പരാമർശിക്കുന്നത്? മായയെക്കുറിച്ചുള്ള സങ്കല്പം, മായയെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ സ്വായത്തമാക്കേണ്ട ഉൾക്കരുത്തിനെ കുറിച്ചുള്ള പരാമർശമാണ് അവിടെ നടക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇതൊന്നും തന്നെ ബോക്സ് ഓഫീസിൽ പരാജയങ്ങളായ സിനിമകളല്ല. ഈ സിനിമ വമ്പൻ വിജയങ്ങളുമായിരുന്നു. ആ വിജയം നേടാൻ കഴിവുറ്റ പ്രമേയങ്ങൾ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കെ, നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരിക്കെ, നമ്മുടെ ദർശനങ്ങളിൽ ഉണ്ടായിരിക്കെ, അതിൽ നിന്ന് കൂടുതൽ പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് സിനിമകൾ നിർമ്മിക്കാൻ, നമ്മുടെ ഈ നാടിനെക്കുറിച്ച് അഭിമാനം ഉണ്ടാക്കാനുള്ള വഴികളിലൂടെ മുന്നോട്ട് പോകാൻ, ഒപ്പം ലോക നിലവാരമുള്ള സിനിമകൾ നിർമ്മിക്കാൻ, ലോകത്തോട് സംവദിക്കാൻ കഴിവുറ്റ സിനിമകൾ നിർമ്മിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് നമ്മുടെ റൂട്ട്സിലേക്ക് കൂടി പോകണമെന്ന അർത്ഥത്തിൽ സംഘാടകർ ഇത്തരമൊരു തലക്കെട്ട് ഇന്നത്തെ ചർച്ചയ്ക്കിട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വൂഡ്സ് ടു റൂട്ട്സ് എന്ന് പറയുന്ന വളരെയേറെ അഭിമാനകരമായ പരിവർത്തനങ്ങൾ നടക്കുന്നതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം കൂടി സൂചിപ്പിച്ച് ഞാൻ നിർത്താണ്. സൗദി അറേബ്യയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കവേ നമ്മുടെ പ്രധാനമന്ത്രി കലീലാവാ ദിംന എന്നൊരു ശബ്ദപ്രയോഗം നടത്തി. കലീലാവാ ദിംനയുടെ കാലം മുതലേ ഈ ബന്ധമുണ്ട് എന്ന് പറഞ്ഞു. ഇത് കഥ പറച്ചിലുമായിട്ടൂടെ ബന്ധമുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ലോകത്തെ ഏറ്റവും നല്ല കഥ പറച്ചിലുകാരുള്ളത് ഭാരതത്തിലാണ് എന്ന് പറയുമ്പോൾ ഇതൊരു അന്ധമായ ഭാരതഭക്തിയാണ് എന്ന് പറയും. പ്രധാനമന്ത്രി പറഞ്ഞ കലീലാവാ ദിംന എന്ന് പറഞ്ഞ ആരാണെന്നറിയാമോ? ഞാൻ ഇനി അവരുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. കാരകനും ദമനകനുമാണ്. അത് പഞ്ചതന്ത്രത്തിൻ്റെ അതിൻ്റെ കേന്ദ്ര കഥാപാത്രങ്ങളായ കുറുക്കന്മാരാണ്. അവരാണല്ലോ കഥ പറയുന്നത് പഞ്ചതന്ത്രത്തിൽ, വിഷ്ണു ശർമ്മൻ്റെ പഞ്ചതന്ത്രത്തിൽ. ഇതിനെയാണ് 750 സിയിൽ കോമണറ 750 ഇവിടെ വന്ന ബർസോയി എന്ന് പറയുന്ന ഒരു അറേബ്യൻ ഇവിടെ വന്നിട്ട് പോയി ഇത് പഠിച്ച് അതിനെ തർജ്ജമ ചെയ്ത് അറേബ്യയിൽ പ്രചരിപ്പിച്ചു. അങ്ങനെയാണ് വളരെ പ്രസിദ്ധമായ, ഇന്ന് പലരും വിശ്വസിക്കുന്നത് കഥാഖ്യാനങ്ങളുടെ മേഖലയിൽ ഏറ്റവും വലുത് അറേബ്യക്കാരുടെ, അങ്ങനെയാണല്ലോ കണക്കും നമ്മളെ പഠിപ്പിച്ചത് അറേബ്യക്കാരാണെന്നാണല്ലോ നമ്മൾ പറയുന്നത്. അറബിക് ന്യൂമറൽസ് എന്നല്ലേ അക്കങ്ങൾക്ക് നമ്മൾ പറയുന്നത്. ഏതായാലും ഈ കലീലാവാ ദിംന സത്യത്തിൽ പഞ്ചതന്ത്രമാണ്. അത് അവരും അംഗീകരിക്കുന്ന വസ്തുതയാണ്, ലോകം അംഗീകരിക്കുന്ന വസ്തുതയാണ്. പ്രധാനമന്ത്രി ലഘുവായി സൂചിപ്പിച്ചത് പോയത് നമ്മുടെ ആ പാരമ്പര്യത്തിലുള്ള അഭിമാനം നമുക്കുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഏറെ വിശദീകരണങ്ങളില്ലാതെ നമ്മളോടൊക്കെ അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്ന ആ പ്രയോഗം നടത്തിയത്. ഇതുകൊണ്ടാണ് നേരത്തെയോടെ പറഞ്ഞത്, നമ്മളാണ് ലോകത്തിലെ, നമുക്കങ്ങനെ കരുതാം, നമുക്ക് ആ ഒരു പാരമ്പര്യമുണ്ട്. ഏറ്റവും നല്ലതാണോ ഇല്ലയോ എന്നുള്ളത് ലോകം നിശ്ചയിക്കട്ടെ. ലോകത്ത് നടക്കുന്നത് പറഞ്ഞിട്ട് നമുക്കങ്ങനെ നമ്മുടെ മഹത്വത്തെക്കുറിച്ച് പറയാൻ കഴിയും? നമുക്ക് നമ്മുടേത് പറയാം. ലോകത്തുണ്ടായിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ നരേറ്റേഴ്സ്, സ്റ്റോറി ടെല്ലേഴ്സ് ആയിരിക്കുന്ന നമുക്ക് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ വേരുകളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അത് തീർച്ചയായിട്ടും ലോക നിലവാരമുള്ള സിനിമകൾ നിർമ്മിക്കാൻ, വാർത്തകൾ നിർമ്മിക്കാൻ, വാർത്താമാധ്യമങ്ങൾ നിർമ്മിക്കാൻ സഹായകമാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അല്പം നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കുക എന്ന വാക്കോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. വന്ദേ മാതരം.